ഇത്തരം കുടിലതകൾക്കും കുതന്ത്രങ്ങൾക്കും എല്ലാമിടയിൽ ഇത്തരം വളരെ പ്ലാനഡായ എല്ലാ എക്വിപ്മെൻറ്റ്സും എല്ലാ മെഷീനറീസും വലിയ സാമ്പത്തികവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള എല്ലാ ഇത്തരം പ്രവർത്തനങ്ങൾക്കും ഇടയിൽ ഇസ്ലാം ഈസ് ദ ഫാസ്റ്റ് ഗോയിങ് റിലീജിയൻ. ഇസ്ലാം ലോകത്ത് അതിവേഗം വളരുന്ന മതമാണ്. എന്തുകൊണ്ട് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നാം കണ്ടെത്തുന്നു. ആദരണീയനായ ഹാരിസ് ബിൻ സലീം ഈ വിഷയത്തിൽ നമ്മളോട് പ്രതികരിക്കുന്നു. നമ്മുടെ സുഹൃത്ത് ബാസിലിൻ്റെ സംസാരം നമ്മൾ കേട്ടു. വരുന്ന കാര്യങ്ങളോടൊക്കെ ഇത്ര പെട്ടെന്ന് പ്രതികരിച്ച് ഇത്ര ആവേശത്തോടു കൂടെ എന്തിനാണ് ഈ സ്വതന്ത്ര ചിന്തകരെന്ന് അവകാശപ്പെടുന്ന ആളുകൾ ഇങ്ങനെ എല്ലാറ്റിനോടും പ്രതികരിച്ച് ഇത്ര ശക്തമായ ആശയപ്രചരണം നടത്തുന്നത് എന്നതിൻ്റെ ഒരു നല്ല ഉത്തരം യഥാർത്ഥത്തിൽ നമുക്ക് ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ആ ഉത്തരം എന്താണെന്ന് വെച്ചാൽ, മൊത്തം മുസ്ലിങ്ങളെ പ്രതികളാക്കുന്ന, അവരെക്കുറിച്ച് ഭയം ജനിപ്പിക്കുന്ന വളരെ ആസൂത്രിതമായ നീക്കങ്ങളാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. കാരണം അത്രയും വലിയ അസത്യങ്ങളും അബദ്ധങ്ങളും ആത്മാർത്ഥതയില്ലായ്മയും ആ പ്രചാരണങ്ങളിൽ വ്യക്തമായ തെളിവുകളോടുകൂടി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടു. ഖുർആൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇതൊക്കെ എന്താണ്? വായ കൊണ്ട് ഊതിക്കെടുത്താണ്. യുരീദൂനലി യുത്ഫിഊ നൂറല്ലാഹി ബി അഫ്വാഹി. വായ കൊണ്ട് ഊതിക്കെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ പ്രകാശത്തെ വായ കൊണ്ട് ഊതിക്കെടുത്ത് അത് പറ്റൂ? അള്ളാഹുവിൻ്റെ പ്രകാശത്തെ വായ കൊണ്ട് ഊതിക്കെടുത്താൻ ആർക്കെങ്കിലും കഴിയുമോ? എന്താണ് അങ്ങനെ ഊതിക്കെടുത്താനുള്ള പ്രചോദനം? അവിടെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഉന്നയിക്കപ്പെട്ട ആശയത്തിൻ്റെ പ്രാധാന്യം. അതെന്താണെന്ന് വെച്ചാൽ, ഇത്രയൊക്കെ വിമർശനങ്ങൾക്ക് വിധേയമായിട്ടും ഇസ്ലാം എന്താണ് ഇത്ര അതിവേഗത്തിൽ ലോകത്ത് പടർന്നുകൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യമാണ്. ഒരുപക്ഷെ 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോക സാഹചര്യം തന്നെ ഇതല്ല. അന്ന് പ്രവാചകൻ പറഞ്ഞു, ഇത് എല്ലാ ചെറ്റക്കുടിലുകളിലും ഇതെത്തും. അതൊരു പ്രവചനമാണ്. നാം ആലോചിക്കണം, ഇത്രയും സ്ഫോടനാത്മകമായ പുരോഗതികളും മാറ്റങ്ങളും ലോകത്തിന് സംഭവിച്ചിട്ടും 1400 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഒരു ജീവിത സാഹചര്യങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു സത്യം എന്തുകൊണ്ട് ഇത്ര ശക്തമായി മുന്നോട്ട് പോകുന്നു വെച്ചാൽ, അത് ദൈവികമാണ്. അത് മനുഷ്യനിർമ്മിതമേ അല്ല. മനുഷ്യന് തൻ്റെ ഭാവിയിൽ, ഇത്രയും ദീർഘമായൊരു ഭാവിയിലെ മനുഷ്യന് സ്വീകാര്യമായ ഒരാശയത്തിൻ്റെ ഒരു ചെറിയ തരിമ്പ് പോലും പറയാൻ സാധ്യമല്ല എന്നാണ്. ഈ ഇസ്ലാം എന്നുള്ളത് സ്വീകാര്യമായി മുന്നോട്ട് പോകാനുള്ള കാരണം അത് ദൈവികമാണ്. അത് അന്യൂനമായൊരു സത്യമാണ്. അത് വെറുതെ പറയല്ല. അതിന് ഏറ്റവും വലിയ തെളിവാണ് എന്ത്? ഈ കാലത്തെ അത് അതിജീവിച്ചു എന്നുള്ളത് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. എങ്ങനെ അതിന് സാധിച്ചു? ഇത്രയും ദീർഘമായൊരു കാലഘട്ടത്തെ അതിജയിക്കാൻ അതിന് ആശയപരമായ മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്ന്, പ്രപഞ്ച സൃഷ്ടാവിൽ നിന്ന്, അന്യൂനമായ ഈ പ്രപഞ്ചം ഇവിടെ നിലനിൽക്കാൻ ഏത് രൂപത്തിൽ അതിന് നിയമങ്ങൾ വ്യവസ്ഥാപിതമാണോ അതേപോലൊരു നിയമം മനുഷ്യൻ്റെ സുസ്ഥിതിക്കും സമാധാനത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ടതാണ് യഥാർത്ഥത്തിൽ ഇത് ദൈവിക മതമാണെന്ന് പറയാനുള്ള കാരണങ്ങൾ: ഒന്ന്, പ്രവാചകനെക്കുറിച്ച് അറിയണം. ഒന്ന്, അക്ഷരജ്ഞാനമില്ലാത്ത, എഴുത്തും വായനയും അറിയാത്ത, ഒരു ഗ്രന്ഥങ്ങളും ഒന്നും വായിച്ചു പഠിക്കാത്ത ഒരു മഹാനായ ഒരു പ്രവാചകന് ഇത്രയും വിശാലമായ വിജ്ഞാന തലങ്ങളെ മുഴുവനും ചൂഴ്ന്നു നിൽക്കുന്ന ഒരു കാലങ്ങളെ അതിജീവിക്കുന്ന ഒരു ഗ്രന്ഥം, ആർക്കും പരിശോധനാ വിധേയമാക്കാൻ പറ്റുന്ന അത്രയും വ്യക്തമായ, സരളമായ, ലളിതമായ ഒരു ഗ്രന്ഥം ആ പ്രവാചകന് സാധ്യമല്ല. അതുകൊണ്ടാണ് ഒന്ന് അള്ളാഹുവിൻ്റെ അടുക്കുന്നതാണ്, പ്രപഞ്ച സൃഷ്ടാവിൻ്റെ അടുക്കുന്നതെന്ന് പറയുന്ന ഒന്നാണ്. അതിലേറെ വലിയ തെളിവാണ് നമ്മുടെ ഈ ഒരു ആശയപരമായിട്ടുള്ള ഈ ഒരു ഡയലോഗ്. കാരണം ഇസ്ലാമിനെതിരെ വരുന്ന വെല്ലുവിളികളെ എത്ര ശക്തമായി വന്നാലും അതിന് മറുപടിയുണ്ട് എന്ന് ചങ്കൂറ്റത്തോടുകൂടെ പറയാൻ കഴിയുന്നത് എന്തുകൊണ്ട് അറിയും? നമ്മുടെ പരിമിതമായ അറിവ് കൊണ്ടല്ല. ഇതൊരു ദൈവിക സത്യമാണ്. അതുകൊണ്ട് അതിനെതിരെ വരുന്ന ഏത് ആരോപണങ്ങൾക്കും മറുപടി ഉണ്ടാകുമെന്ന യാഥാർത്ഥ്യ ബോധമാണ് ഏത് വെല്ലുവിളി. ഒരുപക്ഷെ ഈ പിന്നെ ഒരു ഫ്രെയിമിൽ നിന്ന് ചിന്തിക്കാത്ത ആളുകളാണല്ലോ സ്വതന്ത്ര യുക്തിവാദികളൊക്കെ. അവരുടെ വെല്ലുവിളി സ്വീകരിക്കാൻ യഥാർത്ഥത്തിൽ അവർക്കൊരു ഫ്രെയിമില്ല. എന്നിട്ട് പോലും സാധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ആശയപരമായ ആ അന്യൂനത ഇതിൻ്റെ ആളുകൾക്ക് ബോധ്യമുള്ളത് കൊണ്ടാണെന്നുള്ളതാണ്. മാത്രമല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഇത്രമാത്രം ആളുകൾ വിശകലനം ചെയ്യപ്പെട്ട, നിരൂപണം ചെയ്ത മറ്റൊരു പ്രത്യയശാസ്ത്രം ഉണ്ടാവും. ഈ ഇസ്ലാമിൻ്റെ നിയമങ്ങളെയും അതിൻ്റെ വചനങ്ങളെയും പ്രവാചക വചനങ്ങളെയും ഖുർആനിക സൂക്തങ്ങളെയൊക്കെ
ഇത്രയധികം നിരൂപണം ചെയ്യുന്ന രൂപത്തിൽ മറ്റെന്തെങ്കിലും പ്രത്യയശാസ്ത്രം ഏതാവട്ടെ, മതമാവട്ടെ, മറ്റ് ഭൗതിക ഒരു നിരൂപണത്തിന് വിധേയമായാൽ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ എന്ന് നമ്മൾ ചിന്തിക്കണം. ഇതിനെയൊക്കെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നു എന്നുള്ളത് ഇതൊരു ദൈവിക സത്യമാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ കാര്യമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് അള്ളാഹുവിൻ്റെ പ്രകാശമാണ്. യുരീദൂന ലയുത്ഫിഊ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം, വായ കൊണ്ട് ആരോപണങ്ങൾ പറയാ, ആക്ഷേപങ്ങൾ പറയാ, അസത്യങ്ങൾ പറയാ, എന്നിട്ട് ഇതിനെ ഊതിക്കെടുത്താൻ അവർ ഉദ്ദേശിക്കുന്നു. പക്ഷേ വല്ലാഹു മുത്തിമ്മു നൂരി, അവൻ്റെ വെളിച്ചത്തെ അള്ളാഹു പൂർത്തിയാക്കും. മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത് അതിനെ പൂർത്തിയാക്കാതിരിക്കാൻ അള്ളാഹു വിസമ്മതിക്കുന്നു എന്നാണ്. അതുകൊണ്ട് ഇതിവിടെ പ്രചരിക്കാതിരിക്കില്ല, ഇത് ആളുകൾ സ്വീകരിക്കാത്തൊരവസ്ഥ ഉണ്ടാവില്ല. ആര് വെറുത്താലും വല ഉക്കരിഹൽ കാഫിറൂൻ, ഈ സത്യത്തെ നിഷേധിക്കുന്നവരൊക്കെ എത്ര വെറുത്താലും, എത്ര തന്നെ പകയും വിദ്വേഷവും, എത്ര അസത്യങ്ങളുടെ പ്രചാരകരായി മാറിയാലും ഇത് തെളിഞ്ഞു കത്തുന്നൊരു സൂര്യനാണ്. ഇതിനെ ഊതിക്കെടുത്താൻ, ഇത് സ്രഷ്ടാവിൻ്റെ വചനങ്ങളാണ്, ഇതിനെ ഊതിക്കെടുത്താൻ ആർക്കും പറ്റൂല എന്നാണ് വളരെ വ്യക്തമായിക്കൊണ്ട് നമുക്കിത് ദൈവിക മതമാണെന്ന് നമ്മൾ ഈ സാഹചര്യങ്ങളും ഇതെല്ലാം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതാണെന്നുള്ളതാണ്. പിന്നെ ധാരാളം നിരൂപണങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ എന്താ സംഭവിക്കുന്ന കാര്യങ്ങൾ, അതാണ് അതിൻ്റെ രസം. നമ്മുടെ ഡയലോഗിൻ്റെ റിസൾട്ട് അതാണ്. അതായത് എന്തൊരു സംശയം ഇസ്ലാമിൻ്റെ പേരിൽ രൂപീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിന് നമ്മൾ വളരെ വ്യക്തതയോടുകൂടെ മറുപടി കൊടുക്കുമ്പോൾ എന്താ അറിയുമോ, ആ സംശയം നീങ്ങുക മാത്രമല്ല, അത് മറ്റൊരുത്തൻ്റെ ഇസ്ലാമിനോടുള്ള ആഭിമുഖ്യത്തിനും വിശ്വാസത്തിനും കാരണമാകുകയാണ് ചെയ്തത്. ഇവിടെ പറഞ്ഞല്ലോ, ഉദാഹരണം പറഞ്ഞല്ലോ, ഡച്ചിലെ ഒരു MP കാര്യം പറഞ്ഞു. അദ്ദേഹം ഇസ്ലാമിക വിമർശനത്തിന് വേണ്ടി ഉറക്കമൊഴിച്ചിരുന്ന് രചനയ്ക്ക് ഒരുങ്ങിയ ഒരാളാണ്. പക്ഷേ അദ്ദേഹം പാതി വഴിയിലെത്തിയപ്പോൾ അദ്ദേഹം ഇസ്ലാമിലേക്ക് വരികയുണ്ടാവും. അത് മാത്രം പോരെ, നമ്മൾ ഏതൊരു പ്രത്യയശാസ്ത്രത്തിനാണ് ഇങ്ങനത്തെ ഒരു മഹത്വം, അതായത് എതിർക്കാൻ വേണ്ടി വന്നവനെ വളരെ സുന്ദരമായി കീഴ്പ്പെടുത്തുന്ന ഒരാശയം. ചിലർ പറയുന്നത് പണം കണ്ടിട്ടാണ്, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ കണ്ടിട്ടാണെന്ന്. ഇപ്പോൾ ഏറ്റവും വലിയ ഒരു സിനിമാ താരം അടുത്ത സമയത്ത് ഒരു ലേഡി, ഒരു സഹോദരി എന്ത് ചെയ്തു, ഇസ്ലാം മതം സ്വീകരിച്ചു. അപ്പോൾ അങ്ങനെ ഒരു പണത്തിന് വേണ്ടിയാണെന്ന് പറയുകയാണെങ്കിൽ ഒരു സിനിമാ ഫീൽഡിൽ കിട്ടുന്നതിൻ്റെ പണവും കാര്യമൊക്കെ നമുക്ക് ആലോചിച്ചാൽ അറിയില്ല സുഹൃത്തുക്കൾ. അതൊക്കെ ഉണ്ടായിക്കൊണ്ട് അതിൻ്റെ എല്ലാ സംസ്കാരങ്ങളെയും അവസ്ഥകളെയും മാറ്റിയിട്ട് ഇസ്ലാമിലേക്ക് വരുന്നു പറഞ്ഞാൽ എത്ര ആളുകളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിലൊന്നും മറ്റൊരു താല്പര്യവുമില്ല. ഇസ്ലാമിൻ്റെ സത്യതയും പ്രാമാണികതയും അതിൻ്റെ മഹത്വവുമാണ്. കാരണം ലാ യഅ്തീഹിൽ ബാത്തിൽ മിൻ ബൈന യദൈഹി വലാ മിൻ ഖൽഫിഹി തൻസീലും മിൻ ഹക്കീമിൻ ഹമീദ്. അഗാധജ്ഞനും സ്തുത്യർഹനുമായവരിൽ നിന്നാണ് ഇതിൻ്റെ അവതരണം. അതിൻ്റെ മുന്നിലോ പിന്നിലോ യാതൊരു അസത്യവും വരികയില്ല എന്നാണ്. യാതൊരു അസത്യവും വരികയില്ല. വൈരുദ്ധ്യങ്ങൾ ഉണ്ടാക്കാൻ ബോധപൂർവം ശ്രമിക്കുകയാണ്. പക്ഷേ അത് കൂടുതൽ ഇസ്ലാമിൻ്റെ മഹത്വത്തെ ബോധ്യപ്പെടുത്തുവാനും കൂടുതൽ വ്യക്തത നൽകുവാനും കൂടുതൽ ആളുകൾ ഇത് സ്വീകരിക്കപ്പെടാനുമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുകയാണെന്നാണ്. എന്തുകൊണ്ടാണ് സുഹൃത്തുക്കൾ ഇത് സ്വീകരിക്കപ്പെടുന്നത്? ഒരു ചെറിയ വായന നമ്മൾ നടത്തിയാൽ മതി. അതായത് ഇസ്ലാം എന്ത് പറഞ്ഞാലും അതാണല്ലോ ശരിയെന്ന് കേൾക്കുന്ന മനസ്സിന് തോന്നും. അതാ ഖുർആൻ പറയണത്. അതായത് ഖുർആൻ അങ്ങനത്തെ കാര്യങ്ങളാണ് പറയണത്. മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട എന്തൊരു നിലപാട് ഇസ്ലാം പറഞ്ഞാലും അത് ശരിയാണെന്ന് തോന്നും. അതാണ് അള്ളാഹു പറഞ്ഞത്, ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ ഫിത്രത്തല്ലാഹില്ലതി ഫതറന്നാസ അലൈഹാ. മനുഷ്യൻ്റെ പ്രകൃതി ഏതാണോ അതേ പ്രകൃതിയാണ് ഈ മതം എന്നാണ്. നോക്കൂ, നിങ്ങൾ ശുദ്ധീകരിക്കാൻ ഇടത്തേ കൈ, ഭക്ഷണം കഴിക്കാൻ വലത്തേ കൈ. കേട്ടാൽ ആർക്കാ ശരിയാന്ന് തോന്നാക്കുക? എത്ര നിങ്ങൾ വൃത്തിയാക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത് ഇടത്തേ കൈയാണ്, പക്ഷെ ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കേണ്ടത് വലത്തേ കൈയാണ്. നോക്കൂ, വൃത്തി എത്രമാത്രം വലിയ ഞാൻ നിസ്സാര കാര്യങ്ങളായി പറഞ്ഞു. വൃത്തി എത്ര മഹത്വം. ഒരു സ്ത്രീ ശുദ്ധിയാകുന്ന സമയത്ത് ഒന്ന് കുളിക്കണം. ഒരു നിർദ്ദേശം പോലും, ഒരു കാര്യം പോലും എന്ത് ചെയ്യുന്നില്ല, വിട്ടുപോകാതെ നഖം മുറിക്കാൻ നിർദ്ദേശിക്കുന്നു. എല്ലാം വൃത്തിക്ക് അത്രമാത്രം പ്രാധാന്യം. ഏതൊരു വിഷയം എടുത്തു നോക്കിയാലും സത്യം പറയണം, കരാറ് പാലിക്കണം, എന്ത് കേട്ടാലും നമുക്ക് എന്ത് ചെയ്യും, അതാണല്ലോ പറയേണ്ടത്, അതാണല്ലോ ശരി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു വഴിയിൽ നിന്നൊരു മുള്ളു നീക്കിയിട്ടാൽ അതിന് പ്രതിഫലം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പറയുന്നൊരു നന്മ അത് ശരിയാണെന്ന് നമ്മുടെ മനസ്സ് പറയുന്ന ഒരാശയം, അത് വിശ്വാസത്തിലാകട്ടെ കർമ്മത്തിലാകട്ടെ ഏതു കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചാലും നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും എന്നാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ മാത്രമല്ല, എത്ര ലളിതമായ ആശയം.
അതായത് പണ്ഡിതന്മാർക്കും ആളുകൾക്കും മാത്രമല്ല മനസ്സിലാകുക, ഒരു സാധാരണക്കാരൻ അക്ഷരജ്ഞാനമില്ലാത്ത ഒരാൾക്ക് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു തത്വശാസ്ത്രം, ചില പ്രത്യയശാസ്ത്രങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അതൊക്കെ അതിൻ്റെയൊക്കെ മൂലഗ്രന്ഥങ്ങൾ വായിക്കണമെങ്കിൽ അതിൻ്റെ പണ്ഡിതന്മാർക്ക് മാത്രം സാധിക്കുന്നതാണ്. അത് അങ്ങനെയല്ല. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. ലളിതം. ഒരാൾക്കൊരു പരിഭാഷ കിട്ടിയാൽ വായിച്ച് ലളിതമായി അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. നോക്കൂ നിങ്ങൾ, ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ സവിശേഷത, എന്തുകൊണ്ട് ആളുകൾ ഇതിലേക്ക് വരുന്നതാണ് ഏറ്റവും വലിയ സവിശേഷത എന്നുള്ളൊരു ദൈവവിശ്വാസമാണല്ലോ ഒരു മതത്തിൻ്റെ അടിത്തറ. വളരെ ലളിതമായ ഒരു ദൈവവിശ്വാസത്തെ അതാണ് ആദ്യം പരിചയപ്പെടുത്തുക. ആദ്യം ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ആശയം അതാണ്. ഏതാണ്? ഏകദൈവ വിശ്വാസം. നേരത്തെ ഇവിടെ വിശദമായി പ്രതിപാദിക്കപ്പെട്ടു പോയ വിഷയമാണ്. പക്ഷെ ഒരു വചനം, ഒരു ഏകദൈവ വിശ്വാസിയുടെ ആ വിശ്വാസത്തിൻ്റെ ലാളിത്യം മനസ്സിലാക്കാൻ ഖുർആൻ എന്നൊരു വചനം, വമാലിയ ലാ അഅ്ബുദുല്ലദീ ഫതറനീ വഇലൈഹി തുർജഊൻ. എനിക്കെന്തു ന്യായമാണുള്ളത് എന്നെ സൃഷ്ടിച്ചവനെ ആരാധിക്കാതിരിക്കാൻ? ഓ, എന്തോ ലളിതമായ ചോദ്യം, ഖുർആനിക വാചകമാണത്. എന്നെ സൃഷ്ടിച്ചവനെ ആരാധിക്കാതിരിക്കാൻ എനിക്കെന്തു ന്യായം? അവനെ ഞാൻ ആരാധിക്കണമല്ലോ. എന്തുകൊണ്ട്? വഇലൈഹി തുർജഊൻ. മരിച്ചാൽ എങ്ങോട്ടാ പോവുക? ഒരു വല്ലാത്ത ചോദ്യമല്ലേ സുഹൃത്തുക്കളെ. മരണപ്പെട്ടാൽ സജീവമായി നിന്ന ആ വ്യക്തിയുടെ ആത്മാവ്, അയാളുടെ ചിന്തകൾ ഇപ്പോൾ എവിടെയാണ്? അയാളിപ്പോൾ എന്തു ചെയ്യുകയാണ്? ഇതിന് ഉത്തരല്ലേ? അവൻ അള്ളാഹുവിൻ്റെ അടുക്കിലേക്കാണ് തിരിച്ചു പോകുന്നത്. അവിടേക്ക് തിരിച്ചു പോകുമ്പോൾ അവനെ ആരാധിച്ചുകൊണ്ടും അവന് കീഴ്പ്പെട്ടുകൊണ്ടും അവൻ്റെ തൃപ്തി സമ്പാദിച്ചുകൊണ്ടുമല്ലേ ഞാൻ പോകേണ്ടത്. അതിന് ഞാൻ വേറെ ആരെങ്കിലും ആരാധിച്ചിട്ട് കാര്യമുണ്ടോ? ഞാൻ അവനെ അല്ലേ ആരാധിക്കേണ്ടത്. നോക്കൂ നിങ്ങൾ, അടുത്ത വാക്ക് അത്തഖിദു മിൻ ദൂനിഹി ആലിഹ. ഇനി അവന് പുറമെ ഞാൻ മറ്റു ദൈവങ്ങളെ സ്വീകരിക്കുകയോ? ഞാൻ അങ്ങനെ ഈ ഏക ദൈവത്തെ വിട്ട് മറ്റു ദൈവങ്ങളെ സ്വീകരിച്ചു എന്ന് വിചാരിക്കാം. എനിക്കെന്ത് പ്രയോജനം ഉണ്ടാകുക? അവരുടെ എല്ലാം സൃഷ്ടാവായ ഈ പ്രപഞ്ച സൃഷ്ടാവായ നാഥൻ എനിക്കെതിരായാൽ ഇവരൊക്കെ എന്നെ അനുകൂലിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അതുകൊണ്ട് ആരാധിക്കാൻ നല്ലത് ഇവരുടെ മുകളിൽ ശക്തിയുള്ള ആ ഏക ശക്തിയല്ലേ. ഒരു ശുപാർശയും അവൻ്റെ അടുക്കൽ ഫലപ്പെടൂല, ആർക്കും രക്ഷപ്പെടുത്താനും പറ്റൂല. അതുകൊണ്ട് ഞാൻ എന്തിനാ വേറുള്ളവരെ ആരാധിക്കുന്നത്? അവരെ കൂടെ നിയന്ത്രിക്കാൻ പറ്റുന്ന, എനിക്ക് ആത്യന്തികമായ രക്ഷ തരുന്നവനെ ഞാൻ ആരാധിച്ചുകൂടെ? ഒരു വ്യക്തിക്ക് ചോദിക്കുന്ന ലളിതമായ ചോദ്യം, ആ ശൈലിയിലാണ് ഖുർആൻ ചോദിച്ചു, എനിക്കെന്തു ന്യായമുണ്ട് എന്നെ സൃഷ്ടിച്ചവനെ ആരാധിക്കാതിരിക്കാനാണ്. സുഹൃത്തുക്കളെ, ഇത്ര ലളിതമാണ് ആശയം, ആർക്കും മനസ്സിലാവും. അതുകൊണ്ടാണ് ഒരു മതം അന്വേഷിക്കുന്നവൻ, ഒരു സത്യം അന്വേഷിക്കുന്നവൻ അവൻ്റെ പ്രകൃതിക്ക് യോജിക്കുന്ന ഈ ലളിത യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള കാരണം. നോക്കൂ നിങ്ങൾ, ഈ ഏകദൈവ വിശ്വാസത്തോട് ചേർത്ത് പറഞ്ഞത് എന്താണെന്ന് നമ്മൾ ആലോചിക്കണം. മനുഷ്യ മൂല്യങ്ങൾക്ക് നൽകുന്ന പ്രാധാന്യമാണ് സുഹൃത്തുക്കളെ. ഒരുപക്ഷെ ഇന്നത്തെ ആധുനിക ലോകത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമായിരിക്കാം അത്. ഇന്ന് വളർന്നു വരുന്ന എല്ലാ പ്രായമാകുന്ന രക്ഷിതാക്കളും ഭയപ്പെടുന്നത് മക്കൾക്കിടയിൽ ഒരു വാർദ്ധക്യം എങ്ങനെ കഴിച്ചു കൂട്ടുന്നുള്ളതാണ്. ഇന്നത്തെ വലിയ പ്രതിസന്ധിയാണ്. എന്ന് നോക്കൂ നിങ്ങൾ, ഖുർആൻ പറയുന്നു, വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന ആത്യന്തികമായ ഇസ്ലാമിൻ്റെ ആശയവും ആദർശവും ഏകദൈവവിശ്വാസവും പറഞ്ഞിട്ട് വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നാണ് പഠിപ്പിച്ചത്. നിങ്ങൾ കേട്ടല്ലോ ഇപ്പോൾ അടുത്ത് അറബ് നാട്ടിലെ ഒരു കോടതിയിൽ, അത് വാപ്പയെ സംരക്ഷിക്കുന്നത് ഒരു മകനാണ്. അപ്പോൾ ആ മകൻ എന്ത് ചെയ്തു പറയുന്നത്, അവന് വിട്ടുകൊടുക്കുന്നില്ല വാപ്പനെ. പക്ഷേ മറ്റൊരു മകൻ കൂടെ ഉണ്ട്, അവന് വാപ്പനെ കിട്ടണം. എൻ്റെ വാപ്പനെ സംരക്ഷിക്കാൻ എനിക്കും കൂടെ എന്ത് ചെയ്യണം, ലഭിക്കണം എന്നതിന് കോടതിയിൽ. രണ്ട് മക്കളൊരു വാപ്പയെ സംരക്ഷിക്കാൻ വേണ്ടി കോടതിയിൽ വരുമ്പോൾ ഒരു ജഡ്ജി എന്ത് തീരുമാനിക്കും? ആലോചിച്ച് നോക്കൂ നിങ്ങൾ. മാതാപിതാക്കളോടുള്ള അവരോടുള്ള സ്നേഹവും അവർക്ക് ചെയ്യേണ്ട കരുണയും ഈ ലോകത്തിന് ശിക്ഷ കിട്ടുന്നതാണ് മാതാപിതാക്കളെ അവഗണിച്ചാൽ. അവിടെ തൃപ്തിയിലേ അള്ളാഹു തൃപ്തിപ്പെടുന്നതാണ്. അത്രമാത്രം പ്രാധാന്യം ഈ സുഹൃത്തുക്കളെ. എന്തെങ്കിലുമൊക്കെ ഒരു ഗുണം സമൂഹത്തിന് കിട്ടുന്ന ഒരാശയത്തിനല്ലേ പ്രചാരണം നൽകേണ്ടത്, പിന്തുണ നൽകേണ്ടത്. മാനുഷിക മൂല്യങ്ങളെ ഉൾക്കൊള്ളുന്ന ഇത്രയും നല്ലൊരാശയത്തെ ആരാ സ്വീകരിക്കാതിരിക്കുക? അതുകൊണ്ടാണ് സ്വീകരിക്കുന്നത് എല്ലാ രംഗത്തും, ഓരോ രംഗത്തും അതുകൊണ്ടാണ് അത് സ്വീകാര്യമാകുന്നത്. പിന്നെ നമ്മൾ ആലോചിച്ച് നോക്കും നിങ്ങൾ, വളരെ യാതൊരുവിധ നിർബന്ധം ഇസ്ലാമില്ല. ഈ പ്രശ്നത്തിൽ ഈ ഫോബിയ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളൊക്കെ എപ്പോഴും ശ്രമിക്കുന്നത് ഇസ്ലാം എന്ത് ചെയ്യുന്നു, നിർബന്ധിക്കുന്നു, തലവെട്ടുന്നു, കൊല്ലുന്നു, അങ്ങനെയാണ് ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നത് എന്നാണ്.
അതാർക്കും പറയാൻ കഴിയില്ല. നേരത്തെ പരാമർശിച്ച് പോയ കാര്യമാണ് ലാ ഇക്റാഹ ഫിദ്ദീൻ. മതത്തിൽ ബലാത്കാരമില്ല. ഓരോ വ്യക്തിയും എന്താ അറിയൂ, എൻ്റെ നന്മയ്ക്ക് ഇതാണ് നല്ലത് എന്ന് വിചാരിച്ച് സ്വീകരിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഒരാൾക്ക് പണം കൊടുത്തിട്ടോ ഒരാൾക്ക് സ്വത്ത് കൊടുത്തിട്ടോ വീട് കൊടുത്തിട്ടോ ഒന്നും അയാൾ ഇസ്ലാമിലേക്ക് കൊടുത്തിട്ട് അയാൾക്കും കാര്യമില്ല, മുസ്ലിങ്ങൾക്കും കാര്യമില്ല. എന്താ മുസ്ലിം കാര്യമില്ല എന്ന് പറയാൻ കാരണം? അയാൾ സത്യസന്ധമായി ഇസ്ലാം സ്വീകരിച്ചില്ലെങ്കിൽ എന്താ അറിയൂ, അയാൾ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കൂല, പ്രായോഗികവൽക്കരിക്കൂല. അപ്പോൾ ചൂണ്ടിക്കാണിക്കുക ഇവനൊക്കെയല്ല ഇസ്ലാം. എന്തെങ്കിലും ഗുണമുണ്ടോ മുസ്ലിം സമൂഹത്തിന്? ഇനി ആ വ്യക്തിക്കോ ആ വ്യക്തി ആത്മാർത്ഥമായി ഇതിനെ സ്വീകരിച്ച് വിശ്വസിക്കാതെ അയാൾക്ക് പരലോകത്തും വല്ല ഗുണമുണ്ടാവും? ഒരു ഗുണം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ആ ആയത്തിൻ്റെ അനുബന്ധം എന്താണെന്ന് അറിയോ? ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്യ്. അസത്യത്തിൽ നിന്നും വഴികേടിൽ നിന്നും സന്മാർഗം ഏതെന്ന് വ്യക്തമായി കഴിഞ്ഞു. അപ്പോൾ അത് വ്യക്തമായി കഴിഞ്ഞാൽ പിന്നെ ഒരുത്തരും നിർബന്ധിക്കണ്ട. ഇതാണ് എനിക്ക് ഗുണകരമായത് എന്ന് വിചാരിച്ച് അയാൾ എന്ത് ചെയ്യും? അതിനെ സ്വീകരിക്കും. അങ്ങനെ സ്വീകരിക്കുന്ന ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ ആശയപരമായ മഹത്വവും പ്രാധാന്യവുമുള്ള ഒരു മതം കാണുന്നത്. പിന്നെ പല കാരണങ്ങളുണ്ട്, എല്ലാം അവിടെ പറയാൻ സമയമല്ലല്ലോ. ഇത് മറ്റു മതങ്ങളിൽ നിന്ന് ആളുകൾ എന്തുകൊണ്ട് വിട്ടുവരുന്നു? ആളുകൾ ചോദിക്കാറുണ്ട്. മറ്റു മതങ്ങളിൽ നിന്ന് വിട്ടുവരുന്നതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ, ഇസ്ലാം എന്തു പറയുന്നുവോ അത് പ്രയോഗവൽക്കരിക്കുന്നവരാണ് സത്യസന്ധമായി ജീവിക്കുന്നൊരു മുസ്ലിം. അങ്ങനെയാണ്. അത് അയാളെ കണ്ടാൽ മനസ്സിലാവും, അയാളുടെ ജീവിതത്തിൽ മനസ്സിലാവും. അത് പ്രയോഗവൽക്കരിക്കും. അത് പ്രയോഗവൽക്കരിക്കാൻ കഴിയുമ്പോൾ മാത്രമേ ഉള്ളൂ. ധാർമ്മികത പറയുമ്പോൾ ധാർമ്മികത പ്രയോഗവൽക്കരിക്കും. പക്ഷേ ഈ വേദങ്ങളും മതങ്ങളും പ്രമാണങ്ങളും പറയുന്നതല്ലാത്ത പ്രായോഗികമായ ചില കാര്യങ്ങളാണ് പല മതങ്ങളുടെയും ഭാഗം. അവിടെ പ്രമാണങ്ങളുമായി ഇതിന് ബന്ധമല്ല, അവിടെ വേദവാക്യങ്ങളുമായിട്ടതിന് ബന്ധമല്ല. അപ്പോൾ നോക്ക് നിങ്ങൾ, സ്വർഗരതി അനുവദിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇവിടുത്തെ ഒരു സുപ്രധാനമായ മതത്തിൻ്റെ മേലധ്യക്ഷൻ പറഞ്ഞു. ആലോചിക്കുക നിങ്ങൾക്ക്, എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് നമ്മൾ ആലോചിക്കണം. സ്വർഗരഗതിയുടെ അനന്തര ഫലങ്ങൾ എത്ര ഭീകരമായിരിക്കുമെന്ന് ചിന്തിക്കാത്തത്. കുടുംബ ഭദ്രതയുടെ കാര്യം മാത്രമല്ല, യഥാർത്ഥത്തിൽ ഒരു പുരുഷൻ ഒരു പുരുഷനെ സ്വീകരിക്കട്ടെ, ഒരു സ്ത്രീ ഒരു സ്ത്രീയെ സ്വീകരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം പ്രകൃതി വിരുദ്ധമാണ്. അതിൻ്റെ ഒരു സാഹചര്യം ആലോചിച്ച് നോക്കും നിങ്ങൾ. അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള അധാർമികതകൾക്ക് അനുകൂലാവസ്ഥ ഉണ്ടാകുമ്പോൾ ഒരു ധാർമ്മികതയെ തേടുന്ന ഒരാൾക്ക് ഇത്തരം ആശയങ്ങളെ സ്വീകരിക്കാൻ പറ്റും. അതുകൊണ്ടാണ് പലപ്പോഴും മതതത്വങ്ങൾ എന്ത് ചെയ്യുന്നില്ല, പ്രയോഗവൽക്കരിക്കപ്പെടുന്നില്ല. അതിൻ്റെ ആശയങ്ങൾ അതിൻ്റെ ഏറ്റവും ഉന്നതമായി നിൽക്കുന്നവർക്ക് പോലും ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റാതെ വരുമ്പോൾ പൊതുവേ അത്തരം മതങ്ങൾ പുറന്തള്ളപ്പെടും. അത്രയേ ഉള്ളൂ. അതല്ലാതെ വേറെ ഇനി പ്രത്യേകതകളൊന്നുമില്ല. ഇസ്ലാം അത് പ്രായോഗികമായി അതിൻ്റെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, കാണിക്കുന്നുണ്ട്. ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. എത്ര വലിയ നിർഭയത്വവും സമാധാനമാണെന്നറിയാം ഒരു മുസ്ലിമിന് ലഭിക്കുന്നത്. അതിൻ്റെ ഓരോ ആശയങ്ങളും അങ്ങനെയാണ്. ഈ വഹീനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ പറയുന്ന കാര്യം ഇതാണ്, ഇമ്മായത്തിയന്നക്കും മിന്നീ ഹുദാ ഫമനിത്തബഅ ഹുദായ ഫലാ യളില്ലു വലാ യഷ്ഖാ. ഇതെൻ്റെ ഇത് ഒരാൾ പിൻപറ്റുകയാണെങ്കിൽ അവൻ വഴിതെറ്റിപ്പോവില്ല, അവൻ കഷ്ടപ്പെടേണ്ടി വരില്ല എന്ന് പറഞ്ഞാൽ ഓരോ ആശയങ്ങളിലും ആ നിർഭയത്വവും സമാധാനവും ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ രാത്രി എന്തൊക്കെ ഭയത്തിലാണ് മനുഷ്യൻ കിടന്നുറങ്ങുന്നത്. പക്ഷേ ആ കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ചില പ്രാർത്ഥനകളും നമ്മുടെ മനസ്സിൽ വേണ്ട ചില ചിന്തകളും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അത് ചിന്തിച്ച് കിടക്കണം. അത് ചിന്തിക്കാനില്ലാത്തവൻ എന്താ ചിന്തിക്കുക? രാത്രി സൈലൻ്റ് അറ്റാക്ക് വന്നാൽ എന്താ ചെയ്യുക? രാത്രി വീട് വാതിൽ കുത്തുറന്ന ഒരാൾ കയറി വന്നാൽ എന്താ ചെയ്യുക എന്നൊക്കെ ചിന്തിക്കുക. എന്നെന്നും ജീവിച്ചിരിക്കുന്ന, ഒരിക്കലും ഉറങ്ങാത്ത മയങ്ങാത്ത ഒരു സൃഷ്ടാവാണ് എൻ്റെ സൃഷ്ടാവ് എന്ന് ഉൾക്കൊള്ളുന്ന വചനങ്ങൾ ഓതി, നീയല്ലാതെ എനിക്ക് രക്ഷയില്ല അഭയമില്ല എന്ന് പറഞ്ഞ് അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് ഇരിക്കുന്ന, ഒരിക്കലും ഉറങ്ങാത്ത ഒരു സൃഷ്ടാവിൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഒരാൾക്ക് എത്ര ശാന്തമായിട്ട് ഉറങ്ങാൻ പറ്റും? അപ്പോൾ സുഹൃത്തുക്കളെ, എല്ലാ ആശയങ്ങളും സമാധാനത്തെയും സന്തോഷത്തെയും നിർഭയത്വത്തെയുമാണ് പ്രദാനം ചെയ്യുന്നതെന്ന് പറയാൻ പറ്റും. എല്ലാ കാര്യത്തിലും കൃത്യമായ കാഴ്ചപ്പാടുകൾ ഇസ്ലാമിന്, കുടുംബ സംവിധാനത്തിൽ കൃത്യമായ കാഴ്ചപ്പാടുകളുണ്ട്. എങ്ങനെ വേണം വിവാഹം. ഇപ്പോൾ ലിവിങ് ടുഗദറിൻ്റെ കാലമാണ്. എന്തായിരിക്കും അവസ്ഥ? ഒരാൾക്ക് ഇഷ്ടമുള്ള ആളെ കൂടെ യാതൊരു എഗ്രിമെൻറ്റും ഇല്ലാതെ ജീവിക്കാനാണ്. നാളെ പിരിയാന്ന് പറഞ്ഞാൽ പിരിയുക. ആലോചിച്ച് നോക്കുന്നു നിങ്ങൾ, പറ്റൂ? ഇന്നത്തെ കാലത്ത് നമ്മളൊരു മകളെ അല്ലെങ്കിൽ മകൻ്റെ ഒരു ദാമ്പത്യത്തിലുണ്ടാകുന്നൊരവസ്ഥയാണ് പരിചിതരും അപരിചിതരുമായ ആളുകളുമായിട്ടുള്ള ശാരീരിക ലൈംഗിക ബന്ധങ്ങൾ. ചെറിയൊരു കോമൺ സെൻസിലെ ആളുകൾക്ക് മനസ്സിലാവും അതിൻ്റെയൊക്കെ അപകടാവസ്ഥകളെക്കുറിച്ചിട്ട്. അവിടെയാണ് രേഖ പങ്കാളി. ആ പങ്കാളിയോട് കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ്. പകുതി എത്തുമ്പോൾ ഇറക്കി വിടാൻ പറ്റില്ല. ഇറക്കി വിടുകയാണെങ്കിൽ നിയമങ്ങളുണ്ട്. വിവാഹം എങ്ങനെ, തൊലാക്ക് എങ്ങനെ, അനന്തരാവകാശ സ്വത്തുക്കൾ എങ്ങനെ, സന്താനങ്ങളോടുള്ള കടമകൾ എങ്ങനെ, തിരിച്ച് ഭാര്യ ഭർത്താവോട്, ഭർത്താവ് ഭാര്യയോട് ഒരു വ്യവസ്ഥയുണ്ട്. എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഭർത്താവിനോട് ചോദിക്കാം, ഇങ്ങനെയല്ലേ പ്രവാചകൻ പറഞ്ഞത്, ഇങ്ങനെയല്ലേ ഖുർആനിലുള്ളത് എന്ന് ചോദിക്കാം. ഇവിടെ ആർക്ക് എന്താ ചോദിക്കാൻ പറ്റുക? ഒരു നിയമവ്യവസ്ഥയുണ്ട് എല്ലാറ്റിനും. ഒരു കുടുംബ ഭദ്രതയ്ക്ക് അത്രയും വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. ഏത് വിഷയങ്ങൾ എടുത്തു നോക്കിയാലും
ആ ഒരു സ്വീകാര്യതയും വ്യക്തതയും അന്യൂനതയും നമുക്ക് ഈ ആശയങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റും, നിരീക്ഷിക്കാൻ പറ്റും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നാം മനസ്സിലാക്കേണ്ടത് ആരോപണങ്ങളോ വിമർശനങ്ങളോ ഒന്നും നമുക്ക് പ്രശ്നമേ അല്ല. എത്ര ശക്തമായി ഇത്തരം ഫോബിയകളെയും ആശയപരമായിട്ടുള്ള സംശയങ്ങളെയും വളർത്താൻ ഉപയോഗിക്കുന്നുവോ അത് വെറുതും വായ കൊണ്ടുള്ള ഊതലുകളാണ്, സൂര്യന് നേരെ ഊതുന്നവനെ പോലെ. പക്ഷേ ആ സൂര്യൻ്റെ പ്രോജ്വലമായ പ്രഭ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കേണ്ട ചുമതല, ഉത്തരവാദിത്വം, അതാണ് ഡയലോഗ് നിർവഹിക്കുന്നത്. അത് നിർവഹിക്കുന്നിടത്ത് ഇതെല്ലാം അപ്രത്യക്ഷമാകും. ഏത് വിമർശനങ്ങളെ മാത്രം കണ്ടുപിടിച്ച് തിരുത്താൻ ശ്രമിക്കുമ്പോൾ അതുതന്നെ ആയിരിക്കും ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ആശയപ്രചാരണം. അതിന് തക്ക തെളിവുകൾ നമ്മുടെ അടുക്കൽ ഉണ്ടാകുമ്പോൾ അതിന് ശക്തമായി ആളുകളിലേക്ക് എത്തിക്കുവാനും, നമ്മൾ കാണുന്ന ഇത്തരം വീഡിയോകൾ തന്നെ ആളുകളിലേക്ക് എത്തിക്കുവാനും പ്രചരിപ്പിക്കുവാനും, നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുവാനും, ഇത്തരം പ്രചാരണങ്ങൾ നടത്തുന്നവരുടെ ഉള്ളിലുള്ള തന്ത്രങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുവാനും നമുക്ക് സാധിക്കുന്നുവെങ്കിൽ തീർച്ചയായും ഇത്തരം ഡയലോഗുകൾ ഫലം കാണും. ആശയങ്ങൾ പഠിക്കാനും ഉൾക്കൊള്ളാനും പ്രചരിപ്പിക്കുവാനും നമ്മളെക്കൊണ്ട് കഴിയുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കും. എല്ലാ പ്രതിസന്ധികൾക്കും പ്രതിഷേധങ്ങൾക്കും പ്രതിരോധങ്ങൾക്കും ഇടയിലും ഇസ്ലാം ജീവിക്കുന്നത് അത് മനുഷ്യൻ്റെ മനസ്സിനോടും ആത്മാവിനോടും ചേർന്ന് നിൽക്കുന്നുവെന്നതും മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഏറ്റവും വൃത്തിയായി അതിന് നൽകാൻ കഴിയുന്നു എന്നതുമാണ് എന്ന ഉത്തരത്തിലേക്ക് നമ്മൾ എത്തുന്നു. മീഡിയ പ്രചരിപ്പിക്കുന്ന, മീഡിയ സംസാരിക്കുന്ന മുസ്ലിം അല്ല. ഓരോരുത്തരുടെയും ജീവിത പരിസരത്തും അയൽപ്പക്കങ്ങളിലും കാണുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നിടത്തോളം ഇസ്ലാം തന്നെയായിരിക്കും ഫാസ്റ്റ് ഗോയിങ് റിലീജിയൻ എന്നത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ തീർച്ചയായും സാധിക്കും.